ഡോക്ടർ കമോൺ, ഞങ്ങൾ ഒരു അടിപൊളി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്? ഫിഷ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു ഹെൽത്തി ഷോപ്പിംഗ് ആണ് ഞങ്ങളിന്ന് ചെയ്തത്. അപ്പം നമ്മൾ ഇന്നത്തെ ഡിഷും വളരെ ഹെൽത്തി, നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡോക്ടറിന് ഉറപ്പില്ലേ? ഷുവർ. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. Hi doctor. Hi. I'm so glad you're back in our episode again. Back in our show. So, ഇന്ന് എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഫിഷ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റീംഡ് ഫിഷാണ്, തീരെ ഓയിൽ ഇല്ലാതെ. ഇത് എന്ത് ഫിഷാണിത്? ഇത് പോംഫ്രെറ്റ്, വെളുത്ത ആഗോലി. വെളുത്ത ആവോലി. ഓക്കെ. വെളുത്ത ആഗോലിയാണ് ഇതിന് കുറച്ചുകൂടി നന്നാവുക ഈ പ്രിപ്പറേഷന്. കറുത്ത ആഗോലിയായാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് ഫുൾ ഗ്രൂസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ. വെട്ടി വെച്ച് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാറാ, ഈ ഫിഷാണല്ലോ ഏറ്റവും നല്ലത് ഹാർട്ടിന്. അപ്പോൾ ഇതിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്. ഓക്കെ. പക്ഷെ ഫിഷ് മിക്ക ആൾക്കാർ ഫ്രൈഡ് ഫോമിലാണ് കഴിക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ അത് ഹാർട്ടിന് ഫ്രൈ ആണ് എല്ലാവർക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആവും. ഫിഷ് നല്ലതാണ് ഹാർട്ടിന്, പക്ഷെ അത് ഫ്രൈ ചെയ്താൽ ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ്. അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ചെയ്യാണ്ട് തന്നെ ആ ഒരു ഇഫക്റ്റിൽ സ്റ്റീംഡ് ഫിഷാണ് ചെയ്യാൻ പോണത്. സ്റ്റീം ചെയ്യുന്നു, അതായത് വേവിച്ചെടുക്കുകയാണ്, അല്ലാണ്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഇലയിൽ റാപ്പ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. ഹായ്, എന്താ നമുക്ക് നോക്കാലോ. ഇപ്പൊ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം. നാരങ്ങ, ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ വേണ്ടി വരും. ഓക്കെ. പിന്നെ ഗാർലിക് ആൻഡ് ജിഞ്ചർ, ഒരു 8 to 10 cloves of garlic and ഒരു 1 inch piece of ginger. ഓക്കെ. തേങ്ങ ഒരു 2 tablespoon. പച്ചമുളക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്, ജാസ്തി എരിവ് വേണ്ടവർക്ക് ജാസ്തി യൂസ് ചെയ്യാം. ഓക്കെ. മല്ലിയില ഒരു കപ്പ്. ഓക്കെ. ഉപ്പ്, തൈര്. ഉപ്പും തൈര്. തൈര് ബേസിക്കലി നമ്മൾ ഒന്ന് സോഫ്റ്റ് ആവാൻ, ഫിഷ് നല്ല സോഫ്റ്റ് ആവും, ടെൻഡറൈസ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ വേറെ ക്രീമോ ഒരു സാധനം ചേർക്കുന്നില്ല. ടു മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ സക്കുലന്റ്, ഡ്രൈ ആവാതിരിക്കാൻ ഇച്ചിരി തൈര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, സോഫ്റ്റ് ആയിട്ടിരിക്കും. മാത്രമല്ല പുളി, ഫിഷ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പുളി വേണ്ടേ? അതെ. എത്ര ബ്ലാൻഡ് ആയാലും സാ ടേസ്റ്റ് അല്ലേ ഫിഷിന് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ തൈരും ലൈം ജ്യൂസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടി ഒന്നിച്ച് ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതെന്തൊക്കെ ഇട്ട് നമുക്ക് റീക്യാപ്പ് കൊടുത്താലോ. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്. ഇതെന്താ ടീച്ചറിന്റെ അടുത്ത് ആൻസർ? ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, തേങ്ങ, പച്ചമുളക് അത് 5 എണ്ണം, പിന്നെ നാരങ്ങ നീര്, മല്ലിയില, നാരങ്ങ നീര്, തൈരും 2 ടേബിൾ സ്പൂൺ. തേങ്ങയും 3 ടേബിൾ സ്പൂൺ. 2 to 3 ടേബിൾ സ്പൂൺസ്. ഓക്കെ. നമ്മളിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതും ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അരച്ച് കഴിഞ്ഞു. നല്ല പച്ചമുളകിൻ്റെയും മല്ലിയിലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് പരത്തുന്നതിന് മുന്നേ നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഏത്? വാഴയില? വാഴേൻ്റെ ഇല. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ ഫിഷ് ഇതാ സ്റ്റീം ചെയ്യാൻ നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞു. സ്റ്റീം വന്നിട്ട് അതെനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്റ്റീം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇത് സ്റ്റീം വരുന്നതിന് മുന്നേ ആദ്യം ഗ്യാസ് കത്തിച്ച ഉടനെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റി വെക്കരുത്. ഇപ്പം നമുക്ക് സ്റ്റീം വരാൻ തുടങ്ങി. സ്റ്റീം വന്നതിന് ശേഷം നമ്മൾ വി സ്റ്റാർട്ട് പ്രിപ്പയറിങ് ദിസ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഇല്ലേ, ഇത് സ്റ്റീം വരുന്നവരുള്ള സമയം കൊണ്ട് അതങ്ങ് ഡ്രൈ ആയി പോകും. സ്റ്റീം വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഫിഷ് അതിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റീം വന്നു തുടങ്ങിയിട്ട് നമുക്ക് ഫിഷിന് മാരിനേറ്റ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് എത്ര നേരം വെക്കണം? ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. ഓക്കെ. നമുക്ക് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇത് സ്റ്റീം ചെയ്യാം. ഓക്കെ. ഇത് നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പോകുന്ന പോലെ മസാല അകത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വര ഇട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഫിഷ് ഉണ്ടല്ലോ ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ, പെട്ടെന്ന് കുക്കാവില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് 15 minutes. ഇതിങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കല്ലേ, 15 minutes സ്റ്റീം ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു 15 minutes ആണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. പൊതുവെ ഫിഷൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന സാധനമാണ് അല്ലേ? ഫിഷ് പെട്ടെന്ന് കുക്ക് ആവും. നമ്മൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല ഫിഷ്. എന്ത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചർ തന്നെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഇപ്പോൾ പ്രോണൊക്കെ ശരിക്കും 3 minutes ഉള്ളൂ കുക്കിംഗ് ടൈം. ആണോ? അപ്പം അതിലും കൂടുതൽ കുക്ക് ചെയ്യുമ്പോൾ അത് ഹാർഡാവും പ്രോൺ. അപ്പോൾ ഫിഷ് അതുപോലെ തന്നെ ഈ ഒരു പ്രിപ്പറേഷന് ഇറ്റ് വിൽ ടേക്ക് ലെസ് ദാൻ 15 minutes. 15 minutes തന്നെ മതി, ധാരാളമാണ്. ഓക്കെ, അപ്പം മസാല അകത്തൊക്കെ ആയി. ഇനി ഇത് കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫിഷിനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് അടുത്ത് ഒന്നും കൂടി കാണിച്ചു. ഏകദേശം 1/2 hour ഞങ്ങൾ ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി സ്റ്റീം ചെയ്യാൻ വെക്കാം അല്ലേ? സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ചൂട് വന്നതിന് ശേഷമാണ് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊരു 15 minutes വെക്കണ്ടേ? നമ്മുടെ ഫിഷ് സ്റ്റീമായി കഴിഞ്ഞെന്ന് തോന്നുന്നു. 15 minutes ആയില്ല, നോക്കാം, ചെക്ക് ചെയ്യാം. നമ്മുടെ ഇലയൊക്കെ ചുരുങ്ങിപ്പോയല്ലോ. തുറന്നാലോ? ഓപ്പൺ ചെയ്യാം. കട്ട് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ഈ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ സ്റ്റീം എന്നൊക്കെ പറയുമ്പോൾ, സ്റ്റീം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഫ്രൈ എന്ന് പറയുമ്പോൾ സാധനം നമ്മൾ കേൾക്കുന്ന ഈ കാണുന്നത് ഈ റെഡ് കളർ ഇങ്ങനെ മുളക് പൊടിയൊക്കെ ആയിട്ടാണ്. നല്ല ഗ്രീൻ കളറിലിരിക്കുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? സൂപ്പർ, വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ നല്ല ഫ്ലേവേഴ്സാണ്. ബിക്കോസ് ഇതിൽ മല്ലിയില ആൻഡ് പച്ചമുളക് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഫ്ലേവർ ഉണ്ട്. എരിവുണ്ട്, പുളിക്ക് ലൈമും ഉണ്ട്, ഫിഷിന് ഫിഷും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്നും ഇനി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഫ്രൈ ചെയ്യുമ്പോൾ വേറെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ വിചാരിച്ചു സ്റ്റീം ചെയ്താൽ എന്താവാനാ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പക്ഷെ ശരിക്കും ഫ്രൈനയിൽ എനിക്കിത് ഇപ്പം കുറച്ചും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് ഹെൽത്തിയാണ്. ഹാർട്ട് ബേൺ ഉണ്ടാവില്ല കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ഹെൽത്തി ഫീലിംഗോടെയാണ് കഴിക്കുന്നത്.